വേനൽ ചൂടിന്റെ കാഠിന്യമേറിയതോടെ ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ പൊന്മുടി ജലാശയത്തിലെ ജലനിരപ്പ് 7 മീറ്ററോളം താഴ്ന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വേനൽ ചൂടിന്റെ കാഠിന്യം മലയോര മേഖലയിലും വളരെ കൂടുതലാണ്. ജലസ്രോതസ്സുകളിലെല്ലാം നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞു. ഇതോടെ അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറയുകയും ജലനിരപ്പ് വൻതോതിൽ താഴുകയും ചെയ്തു. അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ വൈദ്യുതി ഉൽപ്പാദനത്തിലും കുറവുണ്ടായിട്ടുണ്ട്. 708 മീറ്റർ പരമാവധി സംഭരണശേഷിയുള്ള പൊന്മുടി അണക്കെട്ടിൽ ഡിസംബർ ജനുവരി മാസത്തിൽ പരമാവധി സംഭരണശേഷിയിൽ ജലനിരപ്പ് ഉയർന്നു നിന്നിരുന്നതാണ്. എന്നാൽ നിലവിൽ ഇത് 698 മീറ്ററിലേക്ക് കുറഞ്ഞു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 7 മീറ്ററിലധികമാണ് ജലനിരപ്പ് താഴ്ന്നിട്ടുള്ളത്. വേനൽ ചൂടിന്റെ കാഠിന്യം ഇനിയും കൂടുവാനാണ് സാധ്യത. അങ്ങനെയുണ്ടായാൽ അരുവികളടക്കം വറ്റിവരണ്ട് അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് പൂർണ്ണമായി നിലയ്ക്കും. വൈദ്യുതി ഉൽപ്പാദനത്തെയും കാർഷിക മേഖലയെയും ഇത് സാരമായി ബാധിക്കും. ഏറ്റവും കൂടുതൽ നനവാവശ്യമായ ഏലമടക്കമുള്ള നാണ്യവിളകളും വാഴ, പാവൽ, കപ്പ അടക്കമുള്ള തന്നാണ്ട് വിളകൾക്കും ഇത് കനത്ത തിരിച്ചടിയാകും. വിലത്തകർച്ചയിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ജലലഭ്യത കുറയുന്നതോടെ കൃഷിപരിപാലനം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇത് വരും വർഷത്തെ ഉൽപ്പാദനത്തെയും സാരമായി തന്നെ ബാധിക്കും. കാർഷിക മേഖലയെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന വരൾച്ചാ കാലത്തെ ഭീതിയോടെ ഉറ്റുനോക്കുകയാണ് ഹൈറേഞ്ച് ജനത. സന്ദീപ് രാജാക്കാടിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.